ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും പിന്നിൽ മുഖ്യമന്ത്രി എന്ന സോളാർ കമ്മീഷന് മുൻപിൽ സരിതയുടെ സ്ഥിരീകരണം. രഹസ്യ സിറ്റിംഗ് നടത്തിയാൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താമെന്നും സരിത. ബെന്നി ബെഹനാൻ 5 ലക്ഷവും PC വിഷ്ണുനാഥിന് 2 ലക്ഷം രൂപയും നൽകിയെന്ന് സരിത. എബ്രഹാം കലമണ്ഡലിന് കമ്മീഷൻ നോട്ടീസ് അയച്ചു. സോളാർ കമ്മീഷനിൽ പറയാനുള്ളത് മുദ്രവെച്ച കവറിൽ നൽകാമോ എന്ന് കമ്മീഷൻ ചോദിച്ചു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജി, രാവിലത്തെ സെഷനിൽ സരിത പറഞ്ഞ കാര്യങ്ങൾ വിശദാംശങ്ങളിലേക്ക്. സൗമ്യ, വളരെ കൃത്യമായിട്ട് തന്നെ ഇന്ന് സോളാർ കമ്മീഷന് മുൻപിൽ സരിത മൊഴി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സരിത മൊഴി നൽകിയിരുന്നു, തെളിവുകൾ നൽകിയിരുന്നു. എന്നാൽ ഇന്ന് പുതിയ ആരോപണങ്ങൾ സരിത മുൻപോട്ട് വെച്ചിരിക്കുകയാണ്. പുതിയ പ്രൊജക്ട്, അതായത് സോളാറിന്റെ പുതിയ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് സ്ഥലം വിട്ടുകൊടുക്കാൻ വരെ, സർക്കാർ ഭൂമി വിട്ടുകൊടുക്കാൻ വരെ മുഖ്യമന്ത്രി തയ്യാറായി. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം കമ്മീഷനും ആവശ്യപ്പെട്ടിരുന്നു. ബിജു രാധാകൃഷ്ണൻ നേരത്തെ കമ്മീഷന് മുൻപിൽ മൊഴി നൽകിയിരുന്നു. ഈ മൊഴി പ്രകാരം 1,90,00,000 രൂപ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതായും അദ്ദേഹത്തിന് നൽകിയതായിട്ടും മൊഴിയിൽ പറയുന്നു. ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവരിൽ നിന്നും വാങ്ങിയ പണ ഇടപാടുകളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഇന്ന് സരിത നൽകിയ മൊഴിയിൽ സൂചിപ്പിക്കുന്നത്. ഇതിനിടയിൽ ചെങ്ങന്നൂർ MLA PC വിഷ്ണുനാഥിന് 2 ലക്ഷം രൂപ നൽകി, ബെന്നി ബെഹനാന് 2 ലക്ഷം രൂപ നൽകി. ഇതൊക്കെ പാർട്ടിയുടെ സംഭാവനയായിട്ടാണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പണമൊക്കെ നൽകിയത് തന്നെ ഈ പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് സരിത മൊഴി നൽകിയത്. എന്തായാലും അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലും സരിത ഇക്കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി സ്ഥലം വിട്ടു നൽകാമെന്ന് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി അതിൻ്റെ അകത്ത് ഡയറക്റ്റ് ഇടപെട്ടു. വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലോട്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞയച്ചു. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും അതിന് തക്കതായ തെളിവുകളും തന്റെ പക്കലുണ്ട് എന്നാണ് സരിത ഇന്ന് പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ നൽകിയ ആരോപണങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ നൽകിയ മൊഴികൾക്ക് കൃത്യമായ തെളിവുകൾ, ഫോൺ സംഭാഷണങ്ങൾ അടങ്ങിയ CD-കൾ കമ്മീഷന് മുൻപിൽ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറച്ചുകൂടി വളരെ ശക്തമായ മൊഴികളാണ് ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് കമ്മീഷന് മുൻപിൽ സരിത നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ താൻ പുറത്തു കൊണ്ടുവരുമെന്നുള്ള സൂചനയും സരിത നൽകിയിട്ടുണ്ട്. സൗമ്യ. യെസ്, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ഉച്ചയ്ക്ക് ശേഷമുള്ള സിറ്റിംഗ് ആരംഭിക്കുകയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ശക്തമായ തെളിവുകളൊക്കെ നൽകുമെന്നാണ് സരിത നേരത്തെ പറഞ്ഞിരുന്നത്. രാവിലത്തെ സിറ്റിംഗിന് ശേഷം സരിത പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ പ്രധാന വിഷയങ്ങൾ ഇത് തന്നെയായിരുന്നു. ഇനിയുള്ള സമയങ്ങളിൽ താൻ കൂടുതൽ ശക്തമായ വിവരങ്ങൾ, മുഖ്യമന്ത്രിക്കെതിരെ കൂടുതൽ തെളിവുകളൊക്കെ തന്നെ പറയുമെന്നാണ് സരിത പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ എബ്രഹാം കലമണ്ഡലിന് നോട്ടീസ് അയക്കാൻ കമ്മീഷൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് വിലാസം സരിത നൽകി. കേസുമായി ബന്ധപ്പെട്ട് നിരവധി MLA-മാരുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നുവെന്ന് സരിത പറയുന്നു. സാമ്പത്തിക ആരോപണങ്ങളിൽപ്പെട്ട MLA-മാരെല്ലാം ഭരണകക്ഷിയിലുള്ളവർ തന്നെയാണ് എന്ന് സരിത കമ്മീഷനിൽ സ്ഥിരീകരിക്കുന്നു. പ്രധാനമായും ഇന്ന് ബെന്നി ബെഹനാനും PC വിഷ്ണുനാഥിനും പൈസ കൊടുത്ത കാര്യങ്ങളാണ് സരിത പറഞ്ഞത്. പാർട്ടി പ്രവർത്തന ഫണ്ടിലേക്ക് 2012 നവംബറിൽ 5 ലക്ഷം രൂപ ബെന്നി ബെഹനാൻ വഴി സംഭാവന നൽകിയിരുന്നു. ഓഫീസ് രജിസ്റ്ററിൽ മാത്രമാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്, റെസിപ്റ്റ് തന്നിട്ടില്ല എന്ന് സരിത രാവിലെ കമ്മീഷനിൽ പറയുകയുണ്ടായി. PC വിഷ്ണുനാഥ് മാനവിക യാത്ര എന്ന പേരിൽ 2012 ഒക്ടോബറിൽ യാത്ര നടത്തിയപ്പോൾ പരിപാടിക്ക് വേണ്ടി പ്രവർത്തന ഫണ്ട് ചോദിച്ചിരുന്നു. 2 തവണയായി 2 ലക്ഷം രൂപ നൽകി തുടങ്ങിയ കാര്യങ്ങളാണ് സരിത ഇന്ന് കമ്മീഷനിൽ പറഞ്ഞിരുന്നത്. ഷാജഹാനിലേക്ക് പോവുകയാണ്. ഷാജഹാൻ, ഉച്ചയ്ക്ക് ശേഷമുള്ള സിറ്റിംഗ് ആരംഭിച്ചോ? പ്രത്യേകിച്ചും ഇനിയിപ്പോൾ പറയുക, KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട് ടീം സോളാറിന്റെ മറ്റു പദ്ധതികൾ, വിപുലമായ പദ്ധതികൾ, പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന റിന്യൂവബിൾ എനർജി സമ്മിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലായിരിക്കുമോ സരിത പോവുക? തീർച്ചയായിട്ടും സൗമ്യ, അല്പം മുമ്പ് സരിത ഉച്ചഭക്ഷണത്തിന് ശേഷം മടങ്ങിയെത്തി. രണ്ടാമത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള വിസ്താരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട് 25 ലക്ഷം രൂപ KC വേണുഗോപാൽ ആവശ്യപ്പെട്ടുവെന്നും അത് ആലപ്പുഴയിലുള്ള വീട്ടിൽ കൊണ്ടുപോയി നൽകിയെന്നും നേരത്തെ ബിജു പറഞ്ഞതായിട്ട് കമ്മീഷൻ ചോദിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം മറുപടി ഉച്ചയ്ക്ക് ശേഷം നൽകാമെന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, KC വേണുഗോപാൽ ഊർജ്ജ സഹമന്ത്രിയായിരുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടന്നത്. കേന്ദ്ര ഊർജ്ജ സഹമന്ത്രിയായിരുന്നു. നമുക്കറിയാം, പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെയധികം ആവശ്യങ്ങൾ KCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് സരിത നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചില മൊഴികൾ പുറത്തുവിട്ടിരുന്നത്. ഇതിനൊക്കെ ഇപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകളോട് കൂടിയുള്ള മൊഴി സരിത നൽകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയോടൊപ്പം ആര്യാടനും അതിനുശേഷം PC വിഷ്ണുനാഥ് അടക്കമുള്ള കോൺഗ്രസിലെയും അതുപോലെ ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കൾക്കെല്ലാം താൻ ഇത്തരത്തിൽ പണം നൽകിയെന്നുള്ള സൂചനകളാണ് സരിത അല്പം മുമ്പ് വരെ
കമ്മീഷന് മുൻപ് നൽകിയിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള മൊഴികൾ KC വേണുഗോപാലും അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം മൊഴി നൽകാമെന്നാണ് സരിത കമ്മീഷന് മുൻപാകെ നൽകിയിരുന്നത്. അത് ഇപ്പോൾ പറയുമെന്നാണ്, ഉച്ചയ്ക്ക് ശേഷം അതിന്റെ കൃത്യമായിട്ടുള്ള മൊഴി നൽകാമെന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പാലക്കാട് കിങ്സ്വൈയിലെ 110 ഏക്കർ സ്ഥലം വിട്ടുതരുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. നിക്ഷേപകർ വരുമ്പോൾ സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിരുന്നതായി സരിത പറഞ്ഞു. 110 ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞത്. ഇതിനായി 1,90,00,000 രൂപ മുഖ്യമന്ത്രിക്ക് കൊടുത്തതായിട്ട് അറിയാമെന്നും സരിത പറഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാഭവിഹിതത്തിന്റെ 40% മുഖ്യമന്ത്രിക്ക് എന്ന കണ്ടീഷനിൽ ഉള്ളതായിട്ടോ തനിക്ക് നേരിട്ടറിവില്ല, ബിജു പറഞ്ഞിട്ടുള്ള അറിവുള്ളതായിട്ടും സരിത പറയുകയുണ്ട്. ഇത്തരത്തിൽ മുഖ്യമന്ത്രി സരിതയിൽ നിന്നും അല്ലെ സോളാർ പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്നു വന്നിട്ടുള്ള പണം ശേഖരിച്ചത് അല്ലെങ്കിൽ സംഭാവന ഇനത്തിലോ മറ്റു കോഴ ഇനത്തിലോ വാങ്ങിച്ചതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് നൽകിയത്. സിറ്റിംഗ് ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നേ ഉള്ളൂ. സൗമ്യ. ഷാജഹാൻ, അത്തരം ഡീറ്റെയിൽസിലേക്ക് ഏതായാലും അല്പസമയത്തിനകം പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, അതായത് ചില കാര്യങ്ങൾ, ബിജു പറഞ്ഞ കാര്യങ്ങൾ ചിലത് നിഷേധിക്കുന്നുണ്ട്. അത് തനിക്കറിയില്ല എന്ന തരത്തിലാണ്. അതായത് പല കാര്യങ്ങളിലും ബിജു രാധാകൃഷ്ണനും ടീം സോളാറിൻ്റെ പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് ബിജു രാധാകൃഷ്ണനും മുഖ്യമന്ത്രിയും പലതവണ ചർച്ച നടത്തിയിരുന്നതായി ബിജു തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്നുള്ള രീതിയിലാണ് സരിത പറയുന്നത്. ഒരു തവണയെ മുഖ്യമന്ത്രിയെ ബിജു കണ്ടിട്ടുള്ളൂ എന്നതടക്കം. അത്തരത്തിൽ ആണ് എങ്കിൽ ബിജുവിന്റെ വാക്കുകളിലുള്ള വിശ്വാസ്യത നഷ്ടമാകുന്നതാണോ, അതോ അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ സരിത അറിയാതെ ചില കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ട് എന്നാണോ വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും നമുക്കിതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സരിതയും അതോടൊപ്പം തന്നെ ബിജു രാധാകൃഷ്ണനും വളരെ വ്യക്തമായ പങ്കുള്ള ഒരു കമ്പനിയാണ്. ഇതിൽ രണ്ടുപേരും പല സാഹചര്യങ്ങളിൽ പല തരത്തിൽ മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബിജു രാധാകൃഷ്ണനും കമ്മീഷന് മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ടാവാം. ഇത് പരസ്പരം കമ്പനി മീറ്റിങ്ങുകളിൽ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ തനിക്കുള്ളൂ എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. നേരിട്ടുള്ള അറിവില്ല. അതിനപ്പുറം കമ്പനി മീറ്റിങ്ങുകളിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള അറിവ് മാത്രമാണുള്ളത്. മുഖ്യമന്ത്രിക്ക് പണം നൽകിയ കാര്യങ്ങളും അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും ഇങ്ങനെയാണ് പറഞ്ഞത്. തനിക്ക് നേരിട്ട് അതിൽ വ്യക്തമായിട്ട് ഒരു അറിവില്ല. പക്ഷെ തനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങൾ സരിത നേരത്തെ പറയുകയുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ബിജുവും സംസാരിച്ചു എന്നതുപോലും തനിക്കറിയില്ല. ഇതെല്ലാം കമ്പനി മീറ്റിങ്ങുകളിൽ മാത്രമാണ് തനിക്ക് അറിയാൻ കഴിയുന്നതെന്നാണ് സരിത നേരത്തെ അല്പം മുമ്പ് വരെ പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ മറ്റ് തെളിവുകളെ കുറിച്ച് എന്തെങ്കിലും സരിത പറയുന്നുണ്ടോ? ഇവിടെ തന്നെ പണം നൽകിയ കാര്യം, ബെന്നി ബെഹനാനും PC വിഷ്ണുനാഥനും പണം നൽകിയത് റെസിപ്റ്റ് നൽകിയിട്ടില്ല എന്നതടക്കം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാം എന്ന തരത്തിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കമ്മീഷൻ ആവശ്യപ്പെടുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് കൈക്കൂലി നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് റെസിപ്റ്റ് നൽകുന്ന ഒരു പ്രവണതയില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവമില്ല. അതുകൊണ്ട് തന്നെ PC വിശ്വനാഥിനും അതുപോലെ ബെന്നി ബെഹനാനും പണം നൽകിയതിനെ സംബന്ധിച്ച് രേഖകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇക്കാര്യങ്ങൾ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ താൻ പറയുകയാണ് ചെയ്തത് എന്നാണ് അല്പം മുമ്പ് സരിത പറഞ്ഞത്. അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നും റെസിപ്റ്റ് കിട്ടേണ്ട അല്ലെങ്കിൽ സംഭാവന ഇനത്തിൽ റെസിപ്റ്റ് കൊടുക്കുന്ന പതിവില്ലല്ലോ എന്നൊരു മറു ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് സരിത നൽകിയത്. ഷാജഹാൻ, ഇപ്പോൾ വീണ്ടും സിറ്റിംഗ് തുടങ്ങിയ ഡീറ്റെയിൽസിലേക്ക് പോകാറായിട്ടില്ല. പക്ഷേ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളെ താരതമ്യപ്പെടുത്തി, ആ മൊഴിയെ താരതമ്യപ്പെടുത്തിയുള്ള ചോദ്യങ്ങളാണോ നിലവിൽ ചോദിക്കുന്നത്? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞു വെച്ച, അതായത് KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട് പണം നൽകിയെന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ചോദ്യം നടന്നു വരുന്നത്. ഡൽഹിയിൽ നടന്ന സമ്മിറ്റിൽ പങ്കെടുത്തിരുന്നുവെന്ന് സരിത പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കമ്മീഷൻ. അതിനുശേഷമായിരിക്കും സരിതയുടെ കൂടുതൽ മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരിക. ഉച്ചയ്ക്ക് ശേഷം, അതായത് KC വേണുഗോപാലിന് 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ആ തുക KC വേണുഗോപാലിന്റെ വീട്ടിൽ വെച്ച് കൈമാറിയെന്നും അതിനുശേഷം സരിത KC വേണുഗോപാലിന്റെ വീട്ടിൽ ഒഫീഷ്യലായിട്ട് 2 തവണ പോയെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഇതിനെല്ലാമുള്ള കൃത്യമായ മറുപടി ആയിരിക്കും ഇനിയിപ്പോൾ സരിത പറയാനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കമ്മീഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ സരിതയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സൗമ്യ. ഷാജഹാൻ, അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും പ്രത്യേകിച്ച് കേന്ദ്ര അനുമതി ഈ പദ്ധതികൾക്ക് ലഭിക്കുന്നതിനായി അല്ലെങ്കിൽ അത്തരത്തിൽ ടീം സോളാറിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായി ഒരുപക്ഷെ ആദ്യം സരിത പറഞ്ഞതുപോലെ മറ്റൊരു കമ്പനി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പല നീക്കങ്ങളും നടന്നിരുന്നു. അത് KC വേണുഗോപാലിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമല്ലേ? പ്രത്യേകിച്ച്
ഈ ഡൽഹിയിൽ ഈ സമ്മിറ്റ് നടക്കുന്നു, വേൾഡ് റിന്യൂവബിൾ എനർജി സമ്മിറ്റ് നടക്കുന്നു, അതിൽ പങ്കെടുത്തു എന്ന് സരിത സമ്മതിക്കുന്നു. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ നമുക്കറിയാം കേന്ദ്ര ഊർജ സഹമന്ത്രിയായിരുന്നു KC വേണുഗോപാൽ. ഈ സാഹചര്യത്തിലാണ് ഇവരുടെ സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലും ഇതിന്റെ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെയും അതുപോലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയെയും ഒക്കെ ഇവർ ബന്ധപ്പെട്ടിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി KC വേണുഗോപാലുമായി ബന്ധപ്പെടാൻ പറഞ്ഞു വിട്ടതും അവിടെ വെച്ച് പണം ആവശ്യപ്പെട്ടതുമായുള്ള കാര്യങ്ങൾ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത്. എന്തായാലും ഈ കേസുകളൊക്കെ തന്നെ ഇതിന്റെ കൃത്യമായ തെളിവുകളോടുകൂടി തന്നെ സരിത കമ്മീഷന് മുൻപിൽ ഇപ്പോൾ നൽകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ അത് ഇതിനെക്കുറിച്ച് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മീഷൻ ഇപ്പോൾ സരിതയോട് ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സൗമ്യ, അതിന്റെ ഡീറ്റെയിൽസ് ഒരു പക്ഷേ അത്തരം കാര്യങ്ങളിൽ തെളിവുണ്ട് എന്നുള്ള സൂചന, പ്രത്യേകിച്ച് KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണാൻ പോയത് ചില വ്യക്തിപരമായ കാര്യങ്ങളാണ്, അത് ഈ കാര്യമല്ല എന്ന് നേരത്തെ നിഷേധിക്കുകയുണ്ടായി സരിത രാവിലെ. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ അത്തരം ഡീറ്റെയിൽസിലേക്ക് കടക്കുമോ എന്ന് വ്യക്തമാണോ? തീർച്ചയായിട്ടും സരിത നേരത്തെ തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള ചില അന്നത്തെ മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊക്കെ തന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇത് സർക്കാരിന് നഷ്ടം വന്നിട്ടുള്ള കോഴ ആരോപണങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുള്ള മന്ത്രിമാരെയും മറ്റുള്ളവരുടെയും വിവരങ്ങളാണ് താനിപ്പോൾ കമ്മീഷന് മുൻപിൽ നൽകുന്നതെന്നാണ് സരിത പറഞ്ഞത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ വേണമെങ്കിൽ രഹസ്യമായിട്ട് കമ്മീഷന് മുൻപിൽ നൽകാൻ തയ്യാറാണെന്നും കമ്മീഷനോട് സരിത പറയുകയുണ്ടായി. KC വേണുഗോപാലിനെ കണ്ടിട്ടില്ല എന്ന് സരിത പറയുന്നില്ല, അത് കണ്ടിരുന്നു, അത് മറ്റൊരു കാര്യത്തിനാണെന്നും സരിത പറയുന്നു. പക്ഷേ ഇത് എന്ത് കാര്യത്തിനാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ കമ്മീഷൻ സരിതയോട് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള വിസ്താരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൗമ്യ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഷാജഹാൻ നിലവിലുള്ള സംഭവങ്ങൾ ഇന്നിപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായും എന്തൊക്കെയാണ്? അതിലേക്ക് കൂടി പോയാൽ ഇന്ന് പ്രധാനമായിട്ടും സരിത ഇന്ന് രാവിലെ മുതൽ തന്നെ നൽകിയിരിക്കുന്നതിൽ ഒന്ന് പ്രധാനമായിട്ടും PC വിശ്വനാഥ് MLAക്ക് പണം നൽകിയ ഒരു കാര്യമായിരുന്നു അത് പറഞ്ഞത്. കേരളത്തിലെ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംഭാവന, കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ നൽകിയെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ബെന്നി ബെഹന്നാനും 5 ലക്ഷം രൂപ നൽകിയെന്നാണ് സരിത കമ്മീഷനോട് പറഞ്ഞത്. ഇതിന് ശേഷമാണ് ടീം സോളാർ എന്ന് പറയുന്ന 2 പദ്ധതികൾ പ്രാവർത്തികമായാൽ 100 കോടി വരെ ലാഭമുണ്ടാകാം, അതിൽ 40% കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് നൽകാമെന്നും അതിനുവേണ്ടി 5.5 കോടി രൂപ CM-ന് വേണ്ടി ചെലവഴിച്ചുവെന്നും ബിജു പറഞ്ഞ കാര്യം കമ്മീഷൻ സരിതയോട് ചോദിച്ചു. അതിൽ തനിക്ക് നേരിട്ടറിവില്ല, എന്നാൽ കമ്പനി മീറ്റിംഗുകളിൽ ഇക്കാര്യം ബിജു പറഞ്ഞതായിട്ടാണ് തനിക്കറിയാമെന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ സർക്കാർ ഭൂമി വിട്ടു നൽകാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു, അതിനു വേണ്ടിയിട്ട് കമ്മീഷൻ നൽകണമെന്നും ആവശ്യപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളും സരിത പറയുകയുണ്ടായി. ഇത്തരത്തിൽ ഈ സോളാർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഏകദേശം 100 കോടിയിലധികം രൂപയുടെ ലാഭം ഉണ്ടാകുമ്പോൾ അതിന്റെ ഇത്ര പെർസെന്റേജ് ഞങ്ങൾക്ക് തരണമെന്ന് വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയും മറ്റും ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് സരിത വളരെ വ്യക്തമായിട്ട് കമ്മീഷന് മുൻപിലും അതിനുശേഷം താഴെ വന്നിട്ട് മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നത്. ഷാജഹാൻ, ഇനിയുള്ള ഡീറ്റെയിൽസ് അതെങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് ഇപ്പോൾ KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷേ അദ്ദേഹത്തിന് പണം നൽകിയിട്ടില്ല എന്ന് സരിത വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ബിജു രാധാകൃഷ്ണന്റെ മൊഴി, അതിനെ താരതമ്യപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ, അതിലേക്ക് കടക്കാനുള്ള സാധ്യത എത്ര ഉണ്ട്? തീർച്ചയായിട്ടും, കാരണം ഇപ്പോൾ നേരത്തെ കമ്മീഷനോട് സരിത തനിക്കുണ്ടായ നഷ്ടങ്ങളും അല്ലെ തനിക്കുണ്ടായ മറ്റ് സാമ്പത്തിക നഷ്ടങ്ങളും മറ്റുള്ള നഷ്ടങ്ങളെ കുറിച്ചൊക്കെയാണ് സരിത പറഞ്ഞിരുന്നത്. പക്ഷെ അതിനുശേഷം ബിജു രാധാകൃഷ്ണനും മറ്റും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളാണ് കമ്മീഷൻ സരിതയോട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് KC വേണുഗോപാലുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ബിജു രാധാകൃഷ്ണൻ കോടികൾ കൈക്കൂലിയായി നൽകി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ചോദിച്ചത്. അതൊക്കെ തന്നെ മീറ്റിങ്ങുകളിൽ നിന്നുള്ള അറിവ് മാത്രമേ തനിക്കുള്ളൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അറിവ് തനിക്കില്ല എന്നാണ് സരിത കമ്മീഷന് മുൻപാകെ മൊഴി നൽകിയത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നുള്ള രീതിയിലുള്ള മൊഴികൾ തന്നെയാണ് സരിത നൽകിയത്. അത് തനിക്ക് അറിയാമായിരുന്നു, മീറ്റിംഗിൽ നൽകിയിരുന്നു, നേരിട്ട് കണ്ടിട്ടില്ല, ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. KC വേണുഗോപാലിനെ കണ്ടിരുന്നു, അത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് താൻ കണ്ടിരുന്നതെന്ന് പറഞ്ഞു. 25 ലക്ഷം രൂപ KC വേണുഗോപാലിന് കൈക്കൂലി ഇനത്തിൽ നൽകിയെന്ന് ബിജു രാധാകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയില്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നടന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമാണുള്ളത് എന്നാണ് സരിത പറഞ്ഞത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള മൊഴികൾ തന്നെയാണ്
ഉച്ചയ്ക്ക് ശേഷവും സരിത ഇപ്പോൾ കമ്മീഷന് മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഷാജി, ഈ ഡൽഹിയിലെ സബ്മിറ്റിൽ പങ്കെടുത്ത കാര്യങ്ങൾ ഈ ഡൽഹി യാത്രയുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഒരുപക്ഷെ നമുക്കറിയാം, കുരുവിളയ്ക്ക് പണം നൽകിയത് ഡൽഹിയിൽ വെച്ചാണ്. പല പണമിടപാടുകളും ഡൽഹിയിൽ വെച്ച് നടത്തുന്നതിനായിരുന്നു മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നത്. ഒരുപക്ഷെ ഈ ഡൽഹി യാത്രയുടെയൊക്കെ കാര്യങ്ങൾ, പശ്ചാത്തലങ്ങളൊക്കെ കേസിന്റെ അത്തരം കാര്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് മസ്കറ്റ് ഹോട്ടലിൽ അനർട്ട് സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് സരിത പറയുകയുണ്ടായി. ഡൽഹിയിൽ നടന്ന സമ്മിറ്റിൽ പങ്കെടുത്തിരുന്നു എന്ന് സരിത നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ സർക്കാർ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട്, അതായത് സോളാർ കമ്പനിക്ക് വേണ്ടി പല പദ്ധതികളും രൂപകൽപ്പന ചെയ്ത് അതിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടന്നിരുന്നത്. അതിന് പലർക്കും നേരിട്ടല്ലെങ്കിൽ പോലും ഇതിന്റെ പല തലങ്ങളിലുള്ള പങ്ക് ഇവർക്ക്, മന്ത്രിമാർക്ക് പലർക്കും നൽകിയിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ടും തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ ഓരോ മൊഴിയിലും സരിത നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ബിജു രാധാകൃഷ്ണനും സരിത നൽകുന്നതിന് സമാനമായിട്ടുള്ള മൊഴികൾ തന്നെയാണ് കമ്മീഷന് മുൻപിൽ നൽകിയിരുന്നത്. അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ സരിതയ്ക്കും അറിവുള്ളതാണെന്ന് സരിത കമ്മീഷന് മുൻപിൽ മൊഴി നൽകിയുണ്ടായി. നമുക്കറിയാം, ഈ കമ്മീഷന് മുന്നിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മൊഴികളും വളരെ കൃത്യതയോടുകൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അതിന് കൃത്യമായ തെളിവുകൾ സഹിതമാണ് ഇവർ ഈ കമ്മീഷന് മുമ്പിൽ ഇപ്പോൾ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരികെ എത്താം. ഏതായാലും കമ്മീഷന് മുമ്പിൽ ഇപ്പോൾ സരിതയുടെ വിസ്താരം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തിരുന്നു എന്ന സരിത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. KC വേണുഗോപാലുമായി ബന്ധപ്പെടുത്തി അത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ സരിത സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അനർട്ട് മസ്കറ്റ് ഹോട്ടലിൽ സംഘടിപ്പിച്ച സെമിനാറിലും പങ്കെടുത്തിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സരിത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും AGയും DGPയുമായി നെടുമ്പാശ്ശേരിയിൽ കൂടിക്കാഴ്ച നടത്തി. സോളാർ കമ്മീഷനിൽ സരിതയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കൂടിക്കാഴ്ചയ്ക്ക്. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. രാവിലെ 9:30 മുതൽ എറണാകുളത്ത് മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം റദ്ദ് ചെയ്ത മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്കായി അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിയെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അസഫ് അലിയെയും വിമാനത്താവളത്തിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. രഹസ്യമായി നടത്തിയ കൂടിക്കാഴ്ച 1.5 മണിക്കൂറോളം നീണ്ടുനിന്നു. സോളാർ കമ്മീഷന് മുമ്പാകെ സരിത ഇന്നലെ CD അടങ്ങിയ തെളിവുകൾ ഹാജരാക്കിയ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച നടന്നത് എന്നതും പ്രസക്തമാണ്. സരിത ഹാജരാക്കിയ 4 ഓഡിയോ CDകളിൽ ആദ്യത്തേത് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ സലീം രാജുമായും മുഖ്യമന്ത്രിയുടെ വലങ്കൈയായ തമ്പാനൂർ രവിയുമായുള്ള ടെലിഫോൺ സംഭാഷണങ്ങളും രണ്ടാമത്തേത് മുഖ്യമന്ത്രിയുടെ ഇടംകൈയായ ബെന്നി ബെഹനാൻ MLAയുമായുള്ള ടെലിഫോൺ സംഭാഷണങ്ങളുമാണ്. വ്യവസായി എബ്രഹാം കലമൺ മുഖ്യമന്ത്രിക്ക് വേണ്ടി സരിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും തോമസ് കുരുവിള കാശ് കൈപ്പറ്റിയതിന് സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്ത രേഖയുമടക്കം സരിത ഹാജരാക്കുമ്പോൾ സോളാർ കേസിൽ മുഖ്യമന്ത്രി ഇതുവരെ തുടർന്നു പോന്ന വാദങ്ങളാണ് പൊളിയുന്നത്. ഈ പറയുന്ന നിഷേധിക്കുന്ന ആൾക്കാരൊക്കെ ധൈര്യമുണ്ടെങ്കിൽ ഒരു FIR ഇട്ട് അതിനെ ചങ്കൂറ്റത്തോടെ ഒന്ന് നേരിടാൻ പറ, സ്വന്തം സ്ഥാനമൊക്കെ രാജിവെച്ച്. മുഖ്യമന്ത്രിക്കും മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിനെ ഹൈക്കോടതി സ്റ്റേ ചെയ്തെങ്കിലും ഇതിനെയും നിയമപരമായി എങ്ങനെ നേരിടാം എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി AGയും DGPയുമായി ചർച്ച നടത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ സരിത സോളാർ കമ്മീഷന് മുമ്പാകെ ഹാജരാക്കുമ്പോൾ തെളിവെവിടെ എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും സോളാർ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് തന്നെയാണ് ഈ കൂടിക്കാഴ്ച കൊണ്ട് വ്യക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇത്രമാത്രം തുറന്നു കാട്ടപ്പെട്ട ഒരാൾക്ക് എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനാകുമെന്ന് പിണറായി വിജയൻ. ഉമ്മൻചാണ്ടി ഉടൻ രാജിവെക്കണമെന്നും പിണറായി പറഞ്ഞു. ഇത്രമാത്രം തുറന്നു കാട്ടപ്പെട്ട ഒരു മനുഷ്യന് എങ്ങനെ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു വശത്തൂടെയല്ല, എല്ലാ വശത്തൂടെ നോക്കിയാലും സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലാത്തയാളാണ് ഉമ്മൻചാണ്ടി. സോളാർ കമ്മീഷനിൽ സരിതാ നായരുടെ പുതിയ വെളിപ്പെടുത്തലുകൾ തുടരുമ്പോൾ സർക്കാരും കോൺഗ്രസും കടുത്ത പ്രതിരോധത്തിലാണ്. ആഭ്യന്തരമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ലക്ഷങ്ങൾ കോഴ നൽകിയെന്ന ആരോപണം ബിജു രമേശ് ആവർത്തിച്ച് വ്യക്തമാക്കിയതും സർക്കാരിന്റെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ്. പ്രതിദിനം സരിതാ നായർ സോളാർ കമ്മീഷന് മുന്നിൽ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ സർക്കാരിനെ മുൾമുന്നിലാക്കിയിരിക്കുകയാണ്. തമ്പാനൂർ രവിയുമായുള്ള ടെലിഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു വിശ്വസ്തനായ ബെന്നി ബെഹനാൻ MLAയുമായുള്ള ഫോൺ സംഭാഷണവും പുറത്തുവന്നത് കോൺഗ്രസിനും സർക്കാരിനും വൻ തിരിച്ചടിയായിട്ടുണ്ട്. ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയുമായുള്ള സരിതയുടെ ടെലിഫോൺ സംഭാഷണം വിരൽ ചൂണ്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. അധികാരത്തിൽ നിന്ന് മാറി അന്വേഷണം നേരിടാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന സരിതയുടെ വെല്ലുവിളിയും സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. അതേസമയം കോൺഗ്രസിലെയും UDFിലെയും ഒന്നാം നിര നേതാക്കളും രണ്ടാം നിര നേതാക്കളും സർക്കാരിനെ പ്രതിരോധിക്കാനാവാതെ കുഴങ്ങുകയാണ്. ഇവരാരും രംഗത്തെത്തുന്നില്ല എന്നതും ശ്രദ്ധേയം. സരിതയുടെ വെളിപ്പെടുത്തലുകൾ A ഗ്രൂപ്പ് നേതാക്കൾക്കെതിരെ വന്ന സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായ നീക്കങ്ങൾ I ഗ്രൂപ്പ് സജീവമാക്കിയിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും VS ശിവകുമാറിനെതിരെയും ബിജു രമേശ് അഴിമതി ആരോപണം ആവർത്തിച്ചതോടെ I ഗ്രൂപ്പും പ്രതിരോധത്തിലാണ്. സംസ്ഥാനത്ത് സംഭവങ്ങൾ വഷളാവുന്നത് കേന്ദ്ര നേതൃത്വം കൃത്യമായി വീക്ഷിക്കുകയാണ്. ആരോപണങ്ങൾ ഉയരുമ്പോഴും മുതിർന്ന നേതാവ് AK ആന്റണി മൗനം പാലിക്കുന്നതും
സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും പല വെളിപ്പെടുത്തലുകളും നടത്തുമെന്ന സരിതയുടെ നിലപാടും ആശങ്കയോടെയാണ് UDFും കോൺഗ്രസും വീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സരിത എസ് നായരുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി ചാണ്ടി ഉമ്മന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നിശബ്ദതയാണ് മികച്ച മറുപടിയെന്നും സോളാർ ബിസിനസ്സുമായി തനിക്ക് ബന്ധമില്ലെന്ന് തന്നോട് അടുത്തു നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമെന്നും പോസ്റ്റിൽ പറയുന്നു. താൻ നിയമത്തിൽ വിശ്വസിക്കുന്നുവെന്നും ഒരുനാൾ സത്യം പുറത്തുവരുമെന്നും ചാണ്ടിയുമ്മന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നവകേരള മാർച്ചിന്റെ തൃശൂർ ജില്ലയിലെ പ്രയാണത്തിനിടെ ജാഥാ നായകൻ പിണറായി വിജയൻ ചാവക്കാട് മത്സ്യത്തൊഴിലാളി കോളനി സന്ദർശിച്ചു. തീരദേശ നിവാസികളുടെ അടിസ്ഥാന പ്രശ്നങ്ങളും മത്സ്യബന്ധന മേഖലയിലെ ദുരിതങ്ങളും തൊഴിലാളികൾ പിണറായിയുമായി പങ്കുവച്ചു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനായി ചാവക്കാട് പുത്തൻകടപ്പുറം കോളനിയിലാണ് പിണറായി വിജയൻ സന്ദർശനം നടത്തിയത്. സ്വീകരണത്തിന് ശേഷം തൊഴിലാളി പ്രതിനിധികൾ മേഖലയിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. കടലോര ഗ്രാമങ്ങളിലെ ഭൂരഹിതർക്ക് തീരദേശ പട്ടയം അനുവദിക്കുക എന്നതായിരുന്നു പ്രധാന ആവശ്യം. യന്ത്രവൽകൃത വിദേശ കപ്പലുകളിലെ ആഴക്കടൽ മത്സ്യബന്ധനം മത്സ്യസമ്പത്തിനെ ഇല്ലാതാക്കുന്നതായി തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. ഇതിനെ തടയിടാൻ ആയില്ലെങ്കിൽ വർഷം മുഴുവൻ തൊഴിലില്ലാതെ കുടുംബങ്ങൾ പട്ടിണിയിലാകും എന്നാണ് ഇവരുടെ പരാതി. തീരദേശ കോളനികളിലെ ഇരട്ട വീടുകൾ ഒറ്റ വീടുകളാക്കണമെന്ന ആവശ്യമുയർന്നു. തീരദേശ പട്ടയം എന്ന ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് പിണറായി വിജയൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. പട്ടയം ആവശ്യമാണ്, ആ പട്ടയം നൽകുക എന്നതിൽ തന്നെയാണ്. മത്സ്യമേഖലയിൽ വരുമാനം ഉറപ്പാക്കാനും തൊഴിലാളി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനും ഇടതുമുന്നണി ശ്രമം നടത്തുമെന്നും ഉറപ്പു നൽകിയാണ് പിണറായി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് എറണാകുളം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേർന്നുണ്ട്. സാലി, ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകുക? മറ്റു വിവരങ്ങൾ. സൗമ്യ, ഇന്ന് രാവിലെ 11:30 ജില്ലാ അതിർത്തിയായ കറുകുറ്റിയിലെത്തിയ ജാഥയ്ക്ക് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം MC ജോസഫൈൻ, ജില്ലാ സെക്രട്ടറി P രാജീവ്, സംസ്ഥാന സമിതി അംഗങ്ങളായ CN മോഹനൻ, ദിനേശ് മണി, K ചന്ദ്രൻപിള്ള, MM ലോറൻസ് എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ചേർന്ന് ജാഥയെ വരവേറ്റ് ജില്ലയിലേക്ക് ആനയിക്കുകയായിരുന്നു. ജാഥ ആദ്യ സ്വീകരണ കേന്ദ്രമായ അങ്കമാലിയിലായിരുന്നു എത്തിയത്. ആദ്യം അവിടെ വലിയ സ്വീകരണമാണ് ഉണ്ടായിരുന്നത്. കൊള്ളുന്ന ഉച്ചവെയിലിനെ അവഗണിച്ചും ആയിരങ്ങൾ പിണറായിയെ വരവേൽക്കാനെത്തി. നാടെങ്ങും ചെമ്പതാകകളും ചെന്തോരണങ്ങളും നിറഞ്ഞ് ഇരിക്കുന്നു അങ്കമാലിയിൽ. ഏതായാലും വലിയ വരവേൽപ്പാണ് അവിടെ ലഭിച്ചത്. ഈ പുതിയ വെളിപ്പെടുത്തലുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ നിശിത വിമർശനമാണ് പിണറായി പ്രസംഗത്തിൽ നടത്തിയത്. ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളും അതിനോട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടും വ്യക്തമാക്കുന്നത് കോൺഗ്രസിന്റെ ജീർണിച്ച മുഖമാണെന്ന് പിണറായി പറഞ്ഞു. അടുത്ത സ്വീകരണ കേന്ദ്രം പറവൂരാണ്. പറവൂരിൽ ഏതാണ്ടൊരു 4:30 ജാഥ നായകൻ എത്തിച്ചേരും. അല്പസമയത്തിനകം തന്നെ പറവൂരിൽ യോഗം ആരംഭിക്കും. മറ്റ് ജാഥാംഗങ്ങൾ ജാഥ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രസംഗിക്കുകയും ചെയ്യും. ഇന്ന് നവകേരള മാർച്ച് ആരംഭിച്ചിട്ട് 19ാം ദിവസമാണ്. ഇന്നലെ ചാലക്കുടിയിലായിരുന്നു സമാപനം. രാവിലെ ചാലക്കുടിയിൽ ഈ പ്രദേശത്തെ പൗരപ്രമുഖരുമായി പിണറായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം ചിറങ്ങരയിലെ ലെപ്രസി ഹോസ്പിറ്റൽ അദ്ദേഹം സന്ദർശിച്ചു. അതിനുശേഷമാണ് ജാഥ പ്രയാണം ആരംഭിച്ചത്. ഇനി ഇവിടെ പറവൂരിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പള്ളിയാങ്കലിലെ സഹകരണ ബാങ്കിന്റെ ജൈവ കൃഷിത്തോട്ടം അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷമാകും അടുത്ത സ്വീകരണ കേന്ദ്രമായ പറവൂരിലെത്തുക.